ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും 1911 ഡിസംബറിൽ ഇന്ത്യയുടെ അന്നത്തെ ചക്രവർത്തിക്ക് കിരീടധാരണം നടത്താൻ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി 1924 മഹാരാഷ്ട്രയിലെ മുംബൈയുടെ കടൽ തീരത്ത് നിർമ്മിക്കപ്പെട്ട മഹാസ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ളതിനാൽ ആദ്യമേ ഒരു കാര്യം ഉണർത്തട്ടെ. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് വീര രക്തസാക്ഷികളുടെ സ്മരണാർത്ഥമാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിലും മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ചക്രവർത്തിയെയും രാജ്ഞിയെയും സ്വാഗതം ചെയ്ത സ്മരണാർത്ഥമാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പേര് വന്നതും. എന്നിരുന്നാലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യ വിട്ടുപോയ അവസാന ബ്രിട്ടീഷ് സൈന്യമായ സോമർസെറ്റ് ലൈറ്റ് ഇൻഫൻട്രിയുടെ 1ാം ബറ്റാലിയൻ 1948 ഫെബ്രുവരി 28 നടന്ന വിടവാങ്ങൽ ചടങ്ങിന്റെ ഭാഗമായി 21 ഗൺ സല്യൂട്ട് നൽകി ഗേറ്റ് വേയിലൂടെ കടന്നുപോയതോടെ ബ്രിട്ടീഷ് ഭരണം ഔദ്യോഗികമായി അവസാനിച്ചതിനും ഈ കവാടം തന്നെയാണ് സാക്ഷിയായതെന്നറിയുമ്പോൾ ചരിത്രം എത്ര വിചിത്രമാണെന്ന് പറയാം. 16ാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യ കലയുടെ മാതൃകയിൽ ഇന്തോ സറാസനിക് ശൈലിയിൽ അഥവാ കൂർത്ത കമാനങ്ങളും സങ്കീർണമായ ജാമിതീയ പാറ്റേണുകളും താഴികക്കുടങ്ങളും അടങ്ങിയ ഇസ്ലാമിക ശൈലിയിലുള്ള സാങ്കേതിക നിർമ്മാണ വിദ്യയിൽ അന്നത്തെ പ്രധാന വാസ്തുശില്പിയായ ജോർജ് വിറ്ററ്റ് രൂപകൽപ്പന നിർവഹിച്ച് 1913 മാർച്ച് 31 അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന സർ ജോർജ് സിഡൻഹാം ക്ലാർക്ക് തറക്കല്ലിട്ട ഇതിന്റെ നിർമ്മാണം 1924 പൂർത്തിയായത്. 1924 ഡിസംബർ 4 അന്നത്തെ വൈസ്രോയി റൂഫസ് ഐസക്സ് മാർക്കസ് ആണ് ഗേറ്റ് വേ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്ന് 21 ലക്ഷം നിർമ്മാണ ചെലവ് വന്ന 26 മീറ്റർ ഉയരമുള്ള ഈ കമാനം ബസാൾട്ട് ലാവയും കോൺക്രീറ്റും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗേറ്റ് വേയുടെ നിർമ്മാണത്തിന് മുമ്പ് അപ്പോളോ ബണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവിടം തദ്ദേശീയ മത്സ്യബന്ധന കടപ്പുറമായിരുന്നു. എങ്കിൽ ഇന്നിപ്പോൾ വിവിധ പ്രാദേശിക ഉത്സവങ്ങളും കലാപരിപാടികളുമടക്കം അരങ്ങേറുന്ന മുംബൈ താജ്മഹൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ജനനിബിഡ പ്രദേശമാണ് ഇവിടെ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും വ്യാവസായിക നഗരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവും 1980കളുടെ മുമ്പത്തെ മലയാളികളുടെ ഗൾഫുമായ മുംബൈയിലെ ഈ ഗോപുരത്തിന്റെ പരിസരത്ത് ഫോട്ടോ എടുത്തും മറ്റും ഉല്ലസിക്കാനും കടൽ പരപ്പിൽ ബോട്ട് സവാരി ചെയ്യാനും വിദേശികളടക്കം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ദിനേന ഇവിടെ എത്തുന്നത്. 2003 ഗേറ്റ് വേക്ക് മുമ്പിലുണ്ടായ കാർ ബോംബ് സ്ഫോടനവും 2008 നവംബർ 26 ഗേറ്റ് വേയും തൊട്ടടുത്ത താജ് ഹോട്ടലും ലക്ഷ്യം വെച്ച ഭീകരാക്രമണങ്ങളും മറക്കാനാവുന്നതല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊളോണിയൻ ഭരണകാലത്തെ പ്രതാപം പ്രതിഫലിപ്പിക്കുന്ന മുംബൈയിലെത്തിയിരുന്ന ബ്രിട്ടീഷ് വിശിഷ്ടാതിഥികൾക്ക് സ്വീകരണം നൽകിയിരുന്ന ഔപചാരിക പ്രവേശന കവാടമായ ഈ ഗേറ്റിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. സങ്കീർണമായ കൊത്തുപണികളും അറബിക്കടലിന്റെ വിശാലമായ കാഴ്ചകളും സംയോജിച്ച ഇവിടം ഇന്ന്
ഔപചാരിക ചടങ്ങുകളുടെ കേന്ദ്രമല്ലെങ്കിലും മഹാചരിത്ര സ്മാരകവും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമായി നിലകൊള്ളുന്നു. ധാരാളം പഠനാർഹമായ വീഡിയോകളുള്ള ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി.